പല കാര്യങ്ങൾക്ക് വേണ്ടി നാം പലപ്പോഴും ശ്രമിച്ചിട്ടും നടക്കാതെ പോകുമ്പോൾ നിരാശ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. ചിലപ്പോൾ പറയാറുണ്ട്, ദൈവം എന്നോട് പറഞ്ഞതാ, എങ്കിലും ഇന്നെന്റെ അവസ്ഥ കണ്ടോ, അതൊന്നും നടന്നില്ല. ദൈവിക വാഗ്ദത്തങ്ങൾ നടക്കാതെ പോകുമ്പോൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചില്ല എന്ന് നാം നമ്മോട് തന്നെ പരിതാപം പറയുന്നതിന് മുമ്പേ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം പറഞ്ഞ സകലതും, എന്തിനേറെ വിശ്വാസ ജീവിതം പോലും വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ദൈവിക വാഗ്ദത്തങ്ങൾ സകലതും നടക്കുന്നത് ദൈവം പറഞ്ഞത് വിശ്വസിക്കുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ കറൻസി എന്ന് പറയുന്നത് വിശ്വാസം ഒന്ന് മാത്രമാണ്. ദൈവം പറഞ്ഞതിനെ വിശ്വസിക്കുകയും ഇത് ചെയ്തു തരുവാൻ ഈ ദൈവം മതിയായവനാണ് എന്ന് ഉറയ്ക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ചിലരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുകയും ചിലർ നിരാശയിൽ തുടരുകയും ചെയ്യുന്നത്? ഇതിന്റെ ഉത്തരം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നാം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. വിശ്വാസത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഓരോ വ്യക്തിയിലും ദൈവിക പദ്ധതികൾ നിറപടിയായി നിറവേറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവർ സാധ്യതകളെ നോക്കിയിട്ടല്ല ജീവിതം മുന്നോട്ട് നയിച്ചത്, ദൈവത്തെ നോക്കിയിട്ട്. ഇന്ന് നാം പലപ്പോഴും സാഹചര്യങ്ങളെ നോക്കിയിട്ടാണ് പലതും നടക്കുകയില്ല എന്ന് വിധി എഴുതുന്നത്. എന്നാൽ സാഹചര്യങ്ങളെ നോക്കാതെ ജീവിക്കുന്ന ദൈവത്തെ നോക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിലെല്ലാം നിങ്ങൾ കാണും, നിങ്ങൾ അത് അനുഭവിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമഭക്തന്മാരും പുതിയ നിയമഭക്തന്മാരും വിശ്വാസത്തിൽ ഉറച്ച് ജീവിതം മുന്നോട്ട് നയിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ അത് ചെങ്കടലാണെങ്കിലും കാരാഗ്രഹമാണെങ്കിലും മുമ്പിൽ വലിയൊരു ഗോലിയാത്ത് ഇപ്പൊ തീർക്കുമെന്ന് പറഞ്ഞ് വന്ന് നിന്നാലും മുമ്പിലുള്ള വിഷയത്തിന്റെ വലുപ്പമല്ല അവർ പറഞ്ഞത്, കൂടെയുള്ള ദൈവത്തിന്റെ വലുപ്പമാണ് അവർ പറഞ്ഞത്. അതെ, അങ്ങനെ അവർ കൂടെയുള്ള ദൈവത്തിന്റെ വലുപ്പം പറഞ്ഞ് അവർ അവരുടെ വിജയത്തെ വിശ്വാസത്തോടെ ഡിക്ലെയർ ചെയ്തു എങ്കിൽ ഇന്ന് നാം പലപ്പോഴും ചെയ്യുന്നത്, ഒരു പ്രശ്നം, ഒരു പ്രയാസം, ഒരു വിഷയം കടന്നു വരുമ്പോൾ മുമ്പിൽ കടന്നു വരുന്ന പ്രശ്നത്തിന്റെ വിഷയത്തിന്റെ വലുപ്പം നോക്കി അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയാണ് ചെയ്യാറ്. ഇന്നു മുതൽ നേരെ തിരിച്ചൊന്ന് ചെയ്യണം. മുമ്പിൽ കടന്നു വരുന്ന വിഷയത്തിന്റെ വലുപ്പം പറയാതെ എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കാണും എന്നൊന്ന് പറയാൻ തുടങ്ങണം. രോഗസൗഖ്യം എന്റെ അവകാശം, അത് ഞാൻ അനുഭവിക്കും. ഈ രോഗം എന്നെ കൊണ്ടേ പോകൂ എന്ന് പറയുന്നതിന് പകരം അവന്റെ അടിപ്പിണരാൽ രോഗസൗഖ്യം എന്റെ അവകാശം, ഞാൻ അത് അനുഭവിക്കും എന്ന് പറയാൻ തുടങ്ങണം. പലപ്പോഴും തമാശ രൂപേണ നാം ദൈവിക വാഗ്ദത്തങ്ങളെ നിസാരമായി കാണാറുണ്ട്. അതിനൊരു മാറ്റം വേണം. വാക്കു പറഞ്ഞ വാക്കു മാറാത്തവൻ ഒരുവനേ ഉള്ളൂ, അത് ദൈവമാണ്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മോട് ഓരോരുത്തരോടും പറഞ്ഞ വാഗ്ദത്തം നിറവേറ്റുവാൻ അവൻ മതിയായവനാണ് എന്ന് നമ്മോട് തന്നെ നാം പറയുവാൻ തുടങ്ങണം. പ്രിയ ദൈവത്തിലെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളോട് പറഞ്ഞ ഒരു വാഗ്ദത്തം പോലും ബാക്കിയായിട്ട് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ നോക്കി പറയണം, ഇല്ല, ശത്രുവിന്റെ ഒരു തന്ത്രവും എന്റെ ജീവിതത്തിൽ നടക്കുകയല്ല. എന്റെ ജീവിതത്തിൽ ഇനിയും ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറാനുണ്ട്, അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പറയാൻ തുടങ്ങണം. വൈദ്യശാസ്ത്രം ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാലും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയല്ല, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോക്കോ എന്ന് പറയുമ്പോഴും എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ആശ്രയിപ്പാൻ ഒരു ഇടമുണ്ട്. ഈ ദൈവത്തെ കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല. ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ഈ ദൈവത്തിന്റെ സ്പർശനം നിങ്ങൾ അനുഭവിക്കും. ദേശത്ത് നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറുക തന്നെ ചെയ്യും. എന്റെ ജീവിതയാത്രയിൽ ഞാൻ അത് അനുഭവിക്കുന്നത് കൊണ്ടും വിശ്വസിക്കുന്നവരിൽ അത് സംഭവിക്കുന്നത് ഞാൻ കാണുന്നത് കൊണ്ടുമാ ഇത്ര ധൈര്യമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയ ദൈവത്തിലെ തീർന്നു എന്ന് പറയാൻ വരട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവിക പ്രൊവിഷൻ വെളിപ്പെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നവനാ നമ്മുടെ ദൈവം. രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നീർത്തോട് കണക്കെ തിരിക്കുവാൻ കഴിയുന്ന ഈ ജീവിക്കുന്ന ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നെഞ്ചോട് കരം ചേർത്ത് വെച്ചിട്ട് പറ, ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കാണും, ഞാൻ അനുഭവിക്കുമെന്ന് പറഞ്ഞു. അതെ, നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ അത് അനുഭവിക്കുവാൻ പോകുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് ഈ വരികൾ ഇവിടെ എഴുതി വെക്കുമ്പോൾ താൻ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ തന്നെ ഇടുക്കിക്കളയുന്നതാ. എന്നാൽ ഏതൊക്കെ വിധത്തിൽ കഷ്ടം അനുഭവിക്കുന്നെങ്കിലും ഇടുങ്ങിയിരിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന ദൈവത്തിന്റെ അപ്പോസ്തലനോട് വിളിച്ചു പറയുന്നത്. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളെല്ലാം കടന്നു വരുമ്പോ നിരാശ ഒരുപക്ഷെ മൂടിയേക്കാം. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ വിളിച്ചു പറയുകയാ, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. എത്ര ബോൾഡായിട്ടാണ് ഇത് പറയുന്നത്. ഇങ്ങനെ അപ്പോസ്തലൻ ഇത്ര ബോൾഡായിട്ട് പറയാനുള്ള കാരണം എന്താ? തന്നെ വഴി നടത്തുവാൻ കഴിയുന്ന ജീവിക്കുന്ന യേശു ഇന്നും
എന്നോട് കൂടെയുണ്ട് എന്ന് തിരിച്ചറിവ്. പ്രിയ ദൈവമേ, സാഹചര്യങ്ങളല്ല നിങ്ങളുടെ നാളെ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ തലമുറയുടെ ഭാവി തീരുമാനിക്കുന്നത് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളല്ല എന്നേ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ സാഹചര്യങ്ങളെ നോക്കി വേണ്ടാത്ത വാക്കുകൾ പറയുന്നത് ഇന്ന് നിർത്തണം. ദൈവം നിങ്ങളോട്, നിങ്ങളുടെ തലമുറയോട് എന്താ വാഗ്ദത്തം പറഞ്ഞിരിക്കുന്നത്? എന്താണ് ദൈവവചനത്തിലുള്ള വാഗ്ദത്തം? അത് കാണും, അത് സംഭവിക്കുമെന്നൊന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ദേശത്ത് നിങ്ങളെ ഒരു മാനപാത്രമാക്കി ദൈവം ഉയർത്തും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. സങ്കീർത്തനം 116-ന്റെ 10-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ കുറിച്ചു വെക്കുന്ന ഈ വാക്കുകൾ അപ്പോസ്തലൻ നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് പഴയ നിയമഭക്തന്മാരിലും പുതിയ നിയമഭക്തന്മാരിലും പ്രവർത്തിക്കുന്നത് ഒരേ ദൈവത്തിന്റെ ആത്മാവാണ് എന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിത മേഖലകളിൽ മുമ്പിൽ കടന്നു വരുന്ന സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെട്ടിരിക്കാതെ, പിറുപിറുക്കാതെ കൂടെയുള്ള ദൈവത്തിന്റെ വലുപ്പം പറയുവാൻ തുടങ്ങണം. ദൈവം ചെയ്തു തരുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അധരം തുറന്ന് പറയുവാൻ തുടങ്ങണം. വിശ്വസിക്കുന്നത് വേണം നാം ഈ ദിവസങ്ങളിൽ സംസാരിക്കുവാൻ. അപ്രകാരം വിശ്വസിക്കുന്നത് നാം സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ നാം സംസാരിക്കുന്നത് നമ്മുടെ ജീവിത മേഖലകളിൽ നാം അനുഭവിക്കുവാൻ തുടങ്ങും. ഇതൊരു മാനസിക അവസ്ഥയല്ല, മറിച്ച് ദൈവത്തിലുള്ള അചഞ്ചലമായ ബോധ്യമാണ്. ഇത് നമ്മെ കൊണ്ട് ദൈവിക വാഗ്ദത്തങ്ങൾ ഏറ്റുപറയിക്കുകയാണ്. ഈ ദൈവത്തിന്റെ ആത്മാവ് ധൈര്യത്തോടെ ജീവിപ്പാൻ, ധൈര്യത്തോടെ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുവാൻ, ധൈര്യത്തോടെ രോഗസൗഖ്യം പ്രഖ്യാപിക്കുവാൻ, ധൈര്യത്തോടെ വെല്ലുവിളികൾക്ക് എതിരെ നിൽക്കുവാനും എല്ലാം നമ്മെ സജ്ജമാക്കുന്നതും നമ്മെ ശക്തമാക്കുന്നതുമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, ജീവിതയാത്രയിൽ ഇടയ്ക്ക് വെച്ച് സ്വന്തം കാര്യം കണ്ട് ഉപേക്ഷിച്ചു പോകുന്ന പലരെയും കണ്ടു കാണും. എന്നാൽ ഈ ദൈവം ആരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാലും നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചു പോകുകയില്ല എന്ന് വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പാപപരിഹാരയാഗമായി തീർന്ന യേശു ക്രിസ്തുവിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് വിശ്വസിച്ചത് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത്. ഇസ്രായേൽ ജനം കനാൻ ദേശത്തിന്റെ അതിർത്തിയായ കാദേശ് ബർണയിലെത്തിയപ്പോ മോശ 12 ഗോത്രപ്രഭുക്കന്മാരെ ദേശം ഉറ്റുനോക്കുവാനായി അയക്കുന്ന ഭാഗം നമുക്ക് സംഖ്യാപുസ്തകം 13-14 അധ്യായങ്ങൾ കാണുവാൻ കഴിയും. 40 ദിവസത്തിന് ശേഷം അവർ മടങ്ങി വന്ന് 2 വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ അവിടെ സമർപ്പിക്കുന്നത് വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായി ആ റിപ്പോർട്ടുകളെ നമുക്ക് കാണുവാൻ കഴിയും. 2 ഗ്രൂപ്പും കണ്ടത് ഒരേ കാര്യങ്ങളാ. എന്നാൽ 10 പേര് ഒരുമിച്ച് നിന്ന് സഭയോട് പറഞ്ഞതിനെ വചനം തന്നെ പറഞ്ഞത് ദുർവർത്തമാനമെന്ന, അതായത് ദൈവം പറഞ്ഞതിനെ വിശ്വസിക്കാതിരിക്കുകയും അവരുടെ ഹൃദയത്തിൽ തോന്നിയത് പറയുകയും ചെയ്യുന്നതിനെ ദൈവവചനം തന്നെ വിളിച്ചിരിക്കുന്നത് ദുർവർത്തമാനമെന്ന. അത് അനേകരെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയി. അവർ പറഞ്ഞത് ഭൗതികമായി നോക്കിയാൽ എല്ലാം ശരിയാ, എന്നാൽ അവർ ചെയ്ത തെറ്റ് ദൈവിക വാഗ്ദത്തങ്ങളെക്കാളും വലിയതായി അവരുടെ മുമ്പിലുള്ള സാഹചര്യങ്ങളെ കണ്ടു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവിക വാഗ്ദത്തങ്ങളെക്കാളും വലുതല്ല നിങ്ങളുടെ മുമ്പിലുള്ള ജീവിത സാഹചര്യങ്ങൾ എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമാ ഇന്നും ജീവിക്കുന്നത് എന്ന് ഉറക്കേണ്ടത് ആവശ്യമാണ്. ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മേലുണ്ടോ പ്രിയ ദൈവത്തിലെ? അത് പറയുവാൻ തുടങ്ങ്. എന്റെ ദൈവത്താൽ അത് സംഭവിക്കുമെന്ന് പറയുവാൻ തുടങ്ങ്. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എന്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കും. എന്റെ ദൈവത്താൽ ഞാൻ ദേശത്ത് അനുഗ്രഹിക്കപ്പെടും. ഭൂരിപക്ഷം പേരും പരാജയം സംസാരിക്കുന്നവരുടെ കൂട്ടത്തിലല്ല ദൈവമെന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ന്യൂനപക്ഷമാണ് എങ്കിലും ദൈവിക വാഗ്ദത്തം സംസാരിക്കാനുള്ള ധൈര്യവും ബോൾഡ്നെസ്സും പ്രിയ ദൈവത്തിലെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ദൈവപ്രവൃത്തി നിങ്ങൾ അനുഭവിക്കും. അത് ദേശം കാണും. ദേശത്ത് നിങ്ങളെ ഒരു മാനപാത്രമാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നിങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റുകയല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, ഇല്ല, എന്നെ കൊണ്ട് പറ്റും. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. നിങ്ങളൊന്ന് പറയുവാൻ തുടങ്ങിക്കേ. ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, നിങ്ങളെ അത്രത്തോളം യേശു സ്നേഹിക്കുകയാണ്. ഇന്നു മുതൽ നിങ്ങൾ വിശ്വസിക്കുന്നത് പറയുവാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരിക. ഇവരായിരിക്കുന്ന ദേശത്ത് ദൈവിക വാഗ്ദത്തങ്ങൾ ഇവരിലൂടെ ദേശം കാണത്തക്ക വിധത്തിൽ വെളിപ്പെടട്ടെ. ഇവരെ ഒരു അനുഗ്രഹമാക്കണം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. സകലമാന മഹത്വം അങ്ങേക്ക്. സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിലെ, തീർച്ചയായും നിങ്ങൾ ഒരു അനുഗ്രഹമാകും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.